നമുക്ക് സ്ത്രീകൾക്കൊക്കെ അഭിമാനകരമായ ഒരു നിമിഷം. ഏകദിന ക്രിക്കറ്റിൽ ടീമിന്റെ റെക്കോർഡ് ടോട്ടൽ നേടിയിരിക്കുകയാണ് ഇന്ത്യൻ വനിതകൾ. അയർലൻഡിനെതിരെ 5 വിക്കറ്റ് നഷ്ടത്തിൽ 435 റൺസാണ് ഇന്ത്യൻ പെൺപുലികൾ അടിച്ചുകൂട്ടിയത്. പ്രതികയും സ്മൃതി മന്ധാനയും സെഞ്ചുറി നേടി. സ്പോർട്സ് ഡെസ്കിൽ നിന്നും അനിൽ വാസുദേവ് ചേരും വിവരങ്ങളുമായി. അനിൽ, വളരെ അഭിമാനകരമായ നിമിഷമാണ്. നമുക്കറിയാം ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമെന്ന് പറയുന്നത് പൊളിയാണ്. അപ്പോൾ ഇന്നത്തെ അവരുടെ പ്രകടനം നമുക്ക് എങ്ങനെ വിലയിരുത്താം? ഈ നിർണായകമായ വിജയശില്പിയായത് ആരാണ്? പ്രകടനം എങ്ങനെയായിരുന്നു? അനിൽ, വെൽക്കം ടു വിമൻസ് ഈവനിങ്. സ്വാഗതം. നന്ദി. സ്വാഗതത്തിന് നന്ദി. എന്തായാലും ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ വനിതകൾക്ക് മാത്രമല്ല, ഇന്ത്യൻ ക്രിക്കറ്റിന് തന്നെ, കായിക രംഗത്ത് തന്നെ അഭിമാനകരമായ ഒരു നേട്ടമാണ് ഇന്ത്യൻ വനിതാ ടീം നേടിയിരിക്കുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റ് ഫോർമാറ്റിലെ ഏറ്റവും ഉയർന്ന ഏകദിന ഫോർമാറ്റിലെ ഏറ്റവും വലിയ ഉയർന്ന സ്കോറാണ് നേടിയിരിക്കുന്നത്. പുരുഷ ടീമോ അല്ലെങ്കിൽ വനിതാ ടീമോ എന്ന് നോക്കേണ്ടത്. ഇന്ത്യൻ പുരുഷ ടീം നേടിയ 418 റൺസാണ് ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീം ഇതുവരെ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നേടിയ ഏറ്റവും ഉയർന്ന സ്കോർ. അതാണ് ഇന്ന് ഇന്ത്യൻ വനിതകൾ മറികടന്നിരിക്കുന്നത്. 5 വിക്കറ്റ് നഷ്ടത്തിൽ 435 റൺസാണ് ടീം ആകെ നേടിയത്. 2 താരങ്ങൾ സെഞ്ചുറി നേടി. പ്രതിക റാവുലും ഒപ്പം തന്നെ സ്മൃതി മന്ദാനയും സെഞ്ചുറി നേടി. സ്മൃതി മന്ദാന ഇന്ത്യൻ വനിതാ ടീമിന്റെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് സെഞ്ചുറി നേടിയപ്പോൾ പ്രതിക മറ്റൊരു റെക്കോർഡാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. അതായത് 6 മത്സരങ്ങളിൽ 400 റൺസ് എളുപ്പത്തിൽ നേടുന്ന, അത് പുരുഷന്മാർക്കിടയിലോ വനിതാ താരങ്ങൾക്കിടയിലോ ആദ്യമായിട്ടാണ് ഒരാൾ 6 മത്സരങ്ങൾക്കിടയിൽ 400 റൺസ് നേടുന്നത് ഏകദിന ക്രിക്കറ്റിൽ. അതും ഒരു റെക്കോർഡാണ്. എന്തെങ്കിലും ഇന്ത്യക്ക് വലിയൊരു കൂറ്റൻ സ്കോർ തന്നെയാണ് ഇപ്പോൾ അയർലൻഡിന് മുമ്പിൽ ഇന്ത്യ വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ ഇതേ ടീം നേടിയ 371 റൺസായിരുന്നു ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന സ്കോർ. അത് മറികടക്കാൻ ഒരു ദിവസത്തിൻ്റെ അകലം മാത്രമാണ് ഉണ്ടായത്. അങ്ങനെ 435 എന്ന വലിയ സ്കോർ നേടി. വനിതാ ക്രിക്കറ്റിലെ ഏകദിനത്തിലെ 4ാമത്തെ ഉയർന്ന സ്കോറാണ് 491 റൺസ്. ന്യൂസിലാൻഡ് ടീം ഇതേ അയർലൻഡ് ടീമിനെതിരെ നേടിയിട്ടുള്ള 490 റൺസാണ് ഏറ്റവും ഉയർന്ന സ്കോർ. അതിൻ്റെ അടുത്തൊന്നും എത്താനായില്ല. എന്നിരുന്നാൽ പോലും 435 മോശമല്ല എന്നുള്ളതാണ്. ഇപ്പോൾ അയർലൻഡ് ടീം ബാറ്റ് ചെയ്യുകയാണ്. അവർക്ക് ഇപ്പോൾ 88 റൺസ് എടുക്കുന്നതിനിടെ 3 വിക്കറ്റ് നഷ്ടമായി. അതായത് ഒരു ടോപ്പ് ഓർഡർ 3 പേരും പുറത്തായി കഴിഞ്ഞു. ഇനി വലിയ പ്രതീക്ഷകളൊന്നുമില്ല. ഇനി ഇന്ത്യ കാത്തിരിക്കുന്നത് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് നേടുന്ന ഏറ്റവും വലിയ വിജയത്തിന് വേണ്ടിയാണ്. അത് അകലെയല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്ത്യൻ ക്രിക്കറ്റിന് അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ് ഇന്ന് ഒറ്റ വാക്കിൽ പറയാം. അതെ, അഭിമാനാർഹമായ നേട്ടമാണ് ഇന്ത്യൻ വനിതകൾ കൈയടക്കിയത്. അയർലൻഡിനെതിരായ മത്സരത്തിലാണ്. മത്സരം ഇപ്പോഴും നടക്കുകയാണ്.